ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണിനെ ഇല്ലാതാക്കാൻ ചട്ടം കെട്ടി നടക്കുകയാണ് നമ്മുടെ വിക്രവും അതുപോലെ പ്രകാശനും സരയുവാണ് എല്ലാത്തിനും അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ കിരൺ മനസ്സിലാക്കുന്നുണ്ട്. കിരണിനെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ അതിനു മുൻപ് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ പുറകിൽ സരയും വിക്രാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വിക്രത്തിന് നല്ല ചത തന്നെ കിട്ടുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന്. അവൻ നല്ല എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കുകയാണ്. അതേ സമയത്ത് സരയുവിന് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. സരയുവിന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ സരയുവിന്റെ ജീവനായ മനോഹറിനിട്ട് നല്ല 8ന്റെ പണി കൊടുക്കുന്നുണ്ട്. നല്ല ഇടി തന്നെ ഇടിക്കുകയാണ്. അങ്ങനെ ചതഞ്ഞരഞ്ഞ് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വീട്ടിലേക്ക് വരുന്ന മനോഹറിനെ കണ്ടിട്ട് സരയു ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, ആ കിരണും കൂട്ടരും ഒക്കെയാണ്, അവരാണ് എന്നെ ഇങ്ങനെ തല്ലി ചതച്ചത്. സരയു എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന സരയുവിന് കാര്യം മനസ്സിലാവാണ്. അങ്ങനെ വേഗം തന്നെ വിക്രത്തിനെ ചെന്ന് കാണുന്നുണ്ട്. വിക്രത്തിനെ ചെന്ന് കണ്ടിട്ട്, നിനക്ക് ഒരു പണി ഏൽപ്പിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ പൈസ വെറുതെ പോയി എന്നല്ലാതെ ഇതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ഞാൻ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്, പ്രകാശനെയും. അങ്ങനെ സരയു പറയാണ്, നിങ്ങൾ കാരണം എൻ്റെ മനുവേട്ടനാണ് അപകടം പറ്റിയത്. എൻ്റെ ജീവനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ മനുവേട്ടനെയാണ്, എന്നേക്കാളും കൂടുതൽ. എൻ്റെ മനുവേട്ടനെ നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മുടെ സരയു വിക്രവുമായിട്ട് തല്ലി പിരിയുകയാണ്. ഇനി നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ട, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്തോളാം. ഇവിടെ ഈ നാട്ടിലെ ചുണക്കുട്ടന്മാരായ ആൺകുട്ടികളുണ്ട്, അവർക്ക് ഞാൻ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വിക്രവും അതുപോലെ സരയും കൂടിയിട്ട് തെറ്റിപ്പിരിയുകയാണ്. അങ്ങനെ ഇനി സരയുവിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഒരു സഹായവും കാര്യങ്ങളൊന്നും തന്നെ വിക്രത്തിനും പ്രകാശനും കിട്ടുന്നില്ല. അവരങ്ങനെ വഴിയാധാരാകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇവരെന്ത് പ്ലാൻ ചെയ്താലും ആ പ്ലാനുകളൊക്കെ തകർന്ന് തരിപ്പണമാവാൻ പോകുന്ന ഭാഗങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അവർക്ക് തന്നെ നല്ല തിരിച്ചടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കിരണൊക്കെ. അങ്ങനെ ഒരു ഭാഗം തന്നെ എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.